എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. അവനൊരു തോണിയിലൂടെ നദി കടന്ന് അക്കരെ എത്താൻ ശ്രമിക്കുകയാണ്. അപ്പൊ നദിയുടെ അടിയിൽ നിന്ന് ഇപ്പൊ വീണ്ടും ആ ഒരു പ്രീസ്റ്റ് ആവട്ടെ മേലേക്ക് വന്ന് കുട്ടപ്പന്റെ കാലി പിടിച്ച് ഇപ്പൊ താഴേക്ക് വലിക്കും. അത് കണ്ട കുട്ടപ്പൻ അവന്റെ കാല് വെച്ച് ആ മൊട്ടത്തലക്കിട്ട് ഒരു ചവിട്ട് വെച്ചു കൊടുക്കും. എന്നിട്ട് കത്തി ഊരി അവന് കുത്തുമ്പോ പ്രീസ്റ്റ് ആവട്ടെ പേടിച്ച് അവിടുന്ന് കടന്നു പോവും. അപ്പൊ അക്കരയില് ഇപ്പൊ നമ്മുടെ കുട്ടപ്പൻ ആ ഒരു കണ്ണാടി പയ്യനെ കാണും. അപ്പൊ കുട്ടപ്പൻ വിളിച്ചു ചോദിക്കും, നിനക്കിപ്പോ എങ്ങനെയുണ്ട്, എല്ലാം ഓക്കെ ആയോ? നീ ഓവർ റിസ്ക് എടുക്കരുത്, ഞാൻ ഇപ്പൊ തന്നെ കരയിലേക്ക് വരാന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ഇപ്പൊ കണ്ണാടി പയ്യന്റെ അടുത്തേക്ക് വരും. കണ്ണാടി പയ്യൻ പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ടോക്കിയെ കണ്ടുപിടിക്കണം. ഇവിടെ എവിടെയോ ആണ് പ്രീസ്റ്റ് അവളുമായിട്ട് എത്തിയത്. പക്ഷെ ഇപ്പോ അവരെവിടെയെന്ന് കാണുന്നില്ല എന്ന് പറയുമ്പോഴായിരിക്കും ആ ഒരു മൊട്ടത്തലയൻ പ്രീസ്റ്റും ടോക്കിയും ലോങ് ഷോട്ടില് അവന്റെ ബോട്ടിലിരിക്കുന്നതായിട്ട് അവര് കാണാം. അപ്പൊ ടോക്കി ആവട്ടെ ദൂരത്ത് നിൽക്കുന്ന നമ്മുടെ കണ്ണാടി പയ്യനോട് ഇപ്പൊ ക്ഷമ പറയാൻ ആരംഭിക്കും. ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. സഖയെ കുറ്റക്കാരനാക്കി ഞാനാണ് ഗ്രാമം മുഴുവൻ തന്നെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത്. ആ സമയത്ത് ആ പ്രീസ്റ്റ് അവന്റെ ബോഡിയിലെ മാസ്ക് മുഴുവനായിട്ടും ഇപ്പൊ അഴിച്ച് ദൂരേക്ക് കളയും. ആക്ച്വലി അത് പ്രീസ്റ്റ് അല്ല, ഒരു ജോക്കർ ഫേസ് ഉള്ളവൻ. ജോക്കർ പറയും, എന്നെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും ഇപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അവൻ അങ്ങനെ തന്നെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ വെള്ളത്തെ ഒരു ബ്രഹ്മാണ്ഡ ഡ്രാഗണാക്കി മാറ്റി കുട്ടപ്പന്റെയും കണ്ണാടിപ്പൈന്റെയും നേർക്ക് അങ്ങനെ തന്നെ അടിച്ചു തെറിപ്പിക്കും. അത് കണ്ട് കുട്ടപ്പനാവട്ടെ അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അതിനെ അങ്ങനെ തടഞ്ഞു നിർത്തും. അപ്പൊ ആ ഗ്യാപ്പില് ആ ഒരു ജോക്കർ ആവട്ടെ വീണ്ടും ഒരുപാട് നിഞ്ച ബ്ലേഡ് അങ്ങനെ കറക്കി അങ്ങോട്ട് എറിയും. അത് കറക്റ്റായിട്ട് കൊണ്ട് ഇപ്പൊ രക്തം തുളുമ്പി അവൻ താഴേക്ക് വീഴും. കുട്ടപ്പൻ ഷോക്കായിട്ട് ഇപ്പൊ താഴേക്ക് നോക്കുമ്പോഴായിരിക്കും രക്തം ഒലിച്ചു കിടക്കുന്ന കണ്ണാടി പയ്യനെ കാണുക. അവൻ നറൂട്ടോയെ രക്ഷപ്പെടുത്താനായിട്ട് അവനെ കവർ ചെയ്ത് പിടിച്ചു. അങ്ങനെ ബ്ലേഡ് കൊണ്ടുകയറി അവനിപ്പോ വേദനയിൽ പെടയും. അവൻ പതിയെ ഇപ്പൊ കുട്ടപ്പന്റെ കൈ പിടിച്ച്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനോട് കെഞ്ചും. അത് കണ്ട് ടോക്കി ആവട്ടെ എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവളെ കൊണ്ട് അതിന് സാധിക്കില്ല. കണ്ണാടി പയ്യനാവട്ടെ ഇപ്പൊ ഒരു മിനിറ്റ് ടോക്കിയും സഖയും അവനും എല്ലാവരും ചേർന്ന് നദിക്കരയില് ഹാപ്പി ആയിട്ട് ജീവിച്ച ആ ഒരു രംഗം ഇപ്പൊ ഓർത്തെടുക്കും. കണ്ണാടി പയ്യൻ ഇപ്പൊ കുട്ടപ്പന്റെ കൈ പിടിച്ചു പറയും, സഖിക്ക് അവന്റെ അച്ഛനെയോ അവൻ ഒരുപാട് മുൻപ് നഷ്ടപ്പെട്ടു, ഇവളെയെങ്കിലും അവനു വേണ്ടി നീ രക്ഷിക്കണം. അതിന് കുട്ടപ്പൻ പറയും, എന്റെ ജീവൻ കൊടുത്തും തീർച്ചയായിട്ടും ഞാൻ അവളെ രക്ഷിക്കും. കണ്ണാടി പയ്യൻ മെല്ലെ ഇപ്പൊ കണ്ണടച്ച് അങ്ങനെ തന്നെ ചലനറ്റു പോവാണ്. ആ കാഴ്ച ദൂരത്തുനിന്ന് കണ്ട ടോക്കി ആവട്ടെ ഇപ്പൊ നെഞ്ചു പൊട്ടിക്കരയും. അത് കണ്ട ആ വില്ലൻ ചിരിക്കും. അവൻ വെറും ഒരു സർവന്റ് ആണ്, അതിന് ഇത്രയും ഇമോഷന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞ് അവൻ അവളെ കളിയാക്കും. അത് കണ്ട് കലി കയറിയ കുട്ടപ്പനാവട്ടെ, തീർച്ചയായിട്ടും നിന്നെ കൊല്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ല. വില്ലൻ പൊട്ടിച്ചിരിക്കും. എന്നിട്ട് അവന്റെ അടുത്ത ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു സുനാമി തന്നെ ഇപ്പൊ കുട്ടപ്പന് നേർക്ക് അയക്കാനായിട്ട് ആരംഭിക്കും. കട്ട് ചെയ്ത ഇവിടെ നെജീൻ ടെൻട്ടണും ആവട്ടെ വില്ലൻ പ്രീസ്റ്റിന്റെ ശിങ്കടികളുമായിട്ട് ഇപ്പൊ ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്തുകൊണ്ട് വമ്പം പോരാട്ടം നടത്തുമ്പോ ഇവിടെ കാക്കാശി ആവട്ടെ അത് നോക്കി നിൽക്കും. അപ്പൊ നീളമുടിക്കാരൻ കറക്റ്റായിട്ട് കാക്കാശിയുടെ പിന്നിൽ വന്ന് ഒരു ബ്ലേഡ് വെച്ച് അവന്റെ തലയിൽ തന്നെ കുത്തും. വാവ് എന്ന് പറഞ്ഞ് അലറി വില്ലനാവട്ടെ ഒരു വാളെടുത്ത് ഇപ്പൊ ആഞ്ഞു വെട്ടുമ്പോ കാക്കാശി ആവട്ടെ അവിടെ രണ്ടായിട്ട് പിളർന്നു വീഴും. വില്ലൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പൊട്ടിച്ചിരിക്കുമ്പോഴായിരിക്കും അത് കാക്കാശിയല്ല വെറും മരക്കട്ടയാണെന്ന് അവൻ കാണുക. കാക്കാശി അങ്ങനെ കറങ്ങി വന്ന് അവന്റെ കഴുത്തെ പിടിച്ച് ഇപ്പൊ മടക്കി ലോക്ക് ചെയ്യും. അങ്ങനെ കാക്കാശിയും ടീമും അവിടെയുള്ള എല്ലാവരെയും ഇപ്പൊ തല്ലിക്കൊന്ന് കുട്ടപ്പനെ രക്ഷിക്കാനായിട്ട് ഇപ്പൊ ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ ആ വില്ലൻ പ്രീസ്റ്റ് വലിയൊരു കത്തിയെടുത്ത് ടോക്കിയെ കൊല്ലാനായിട്ട് ഇപ്പൊ അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ച് നിൽക്കും. അതിന് ടോക്കി പറയും, ഒരൊറ്റ വെട്ടിന് നീ എന്നെ കൊന്നുകളയണം. എനിക്കെന്ന് പറഞ്ഞ് ഇപ്പൊ ആരും തന്നെ എവിടെയും ജീവിച്ചിരിക്കുന്നില്ല. ഈ ജന്മം അതൊരു വേസ്റ്റ് ആണെന്ന് പറയുമ്പോ വില്ലനാവട്ടെ, തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹം പോലെ തന്നെ ഒറ്റ വെട്ടിന് വേദന അറിയിക്കാതെ നിന്നെ ഞാൻ കൊന്നു തരാമെന്ന് പറയും. കട്ട് ചെയ്ത കുട്ടപ്പൻ വലിയ തിരമാലയിൽ പെട്ട് ഇപ്പൊ വെള്ളത്തില് അങ്ങനെ ഒഴുകി കിടക്കുകയാണ്. അപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് ഇപ്പൊ സഖിയുടെ ആത്മാവ് തന്നെ കടന്നു വരും. നീ എങ്ങനെയെങ്കിലും ആ ഒരു പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്ന് എന്റെ സഹോദരി രക്ഷിക്കണം. ഇനിയും പ്രതികാരമായി നടന്ന് അവളുടെ ജീവിതം പാഴാക്കാൻ അനുവദിക്കാതെ അവളെ നീ അടുത്ത ഫ്യൂഡൽ മാറ്റണം. ഇതെന്റെ അപേക്ഷയാണെന്ന് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ അവൻ ഞെട്ടി എഴുന്നേക്കും. ഇവിടെ വില്ലൻ കത്തിയെടുത്ത് അവളെ വെട്ടാൻ നേരം എന്തോ ഒരു ശബ്ദം കേട്ട് അവൻ പുറകിലേക്ക് നോക്കും. അപ്പം നമ്മുടെ കുട്ടപ്പൻ അവൻ ആകാശത്തുനിന്ന് പറന്നു വന്ന്
ആ ഒരു വില്ലനെ ഇപ്പൊ ചവിട്ടി അങ്ങോട്ട് തെറിപ്പിക്കും. ആ അടിയില് അവൻ തെറിച്ചു പോയി കരയിൽ വീഴുമ്പോ കുട്ടപ്പനാവട്ടെ അവളുടെ ബോഡിയിലെ കയറെല്ലാം തന്നെ ഇപ്പൊ അഴിച്ച് താഴെയിടും. പിന്നീട് കുട്ടപ്പൻ പറയും, നിന്റെ ബ്രദറിനെ ഞാൻ മീറ്റ് ചെയ്തു. നീ ഇങ്ങനെ റിവെഞ്ച് എടുത്ത് നടക്കുന്നത് അവന് തീരെ ഇഷ്ടമല്ല. നിന്റെ ബ്രദറിനെ പോലെയും അച്ഛനെ പോലെയും നീ നല്ലൊരു ഫ്യൂഡലാടായിട്ട് മാറാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതേ സമയത്ത് ആ വില്ലനാവട്ടെ ഇപ്പൊ കാട്ടിലിരുന്ന് ഇതെല്ലാം തന്നെ കാണും. വില്ലൻ വീണ്ടും ഒരു കത്തിയെടുത്ത് കുട്ടപ്പന്റെ അടുത്തേക്ക് വരുമ്പോ കുട്ടപ്പനാവട്ടെ അവനെ കറങ്ങി അടിക്കും. ഞങ്ങളുടെ അടുത്ത് വന്ന ഉറപ്പായിട്ടും നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഈ ഒരു ഗ്രാമത്തില് ഇനി നിന്നെപ്പോലുള്ള ഒരു ദുഷ്ടന്മാരും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസുകളെ എല്ലാം ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അടിക്കാൻ റെഡിയായിട്ട് നിൽക്കും. അപ്പൊ അതേ സമയത്ത് ആ വില്ലനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ കുട്ടപ്പനുമായിട്ട് മൽപ്പിടിക്കാൻ റെഡിയായിട്ട് നിൽക്കും. അത് കണ്ട കുട്ടപ്പൻ ഇപ്പൊ ചാടി വീണ് അവന്റെ ഓരോ ക്ലൗൺസിനെയും ഇടിച്ച് താഴെയിടും. പക്ഷെ വില്ലൻ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ഇപ്പൊ കറക്റ്റ് ആയിട്ട് കുട്ടപ്പനെ അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. പക്ഷെ വില്ലൻ ഇടിച്ചത് അത് കുട്ടപ്പനെ അല്ല, കുട്ടപ്പന്റെ വെറൊരു ക്ലൗണിനെ മാത്രമാണ്. കുട്ടപ്പൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വില്ലനെ അവന്റെ കൈ തന്നെ കിട്ടി. കുട്ടപ്പനും ക്ലൗൺസും പറന്നു വന്ന് 4 മൂലയ്ക്ക് നിന്നും അവനെ ആഞ്ഞിടിച്ചുകൊണ്ടേയിരിക്കും. ടോക്കി ആവട്ടെ ഇപ്പൊ കണ്ണാടിപ്പൈന്റെ അടുത്ത് വന്ന് അവനെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തും. അയ്യോ, നീ മരിച്ചുപോയോ? നീ കൂടെ എന്നെ വിട്ടു പോവരുത്. ഈ ഗ്രാമത്തില് എനിക്ക് കൂട്ടായിട്ട് നീ മാത്രമേ ഉള്ളൂ. അവൾക്ക് സങ്കടം സഹിക്കവയ്യാതെ അവൾ കരയാണ്. അപ്പൊ കണ്ണുനീർ തുള്ളികള് അങ്ങനെ ഒഴുകിച്ചെന്ന് കണ്ണാടിപ്പയ്യന്റെ ബോഡിയിൽ വീഴും. കണ്ണുനീർ തുള്ളികൾ വീണതും അവനാവട്ടെ ഇപ്പൊ ഞെട്ടി എഴുന്നേക്കും. ഇവിടെ കുട്ടപ്പനാവട്ടെ അവൻ ആ വില്ലനെ അടിച്ച് ചപ്പാത്തി പോലെ പരത്തി ഒരു കയറെടുത്ത് അവനെ കെട്ടിയിടും. അങ്ങനെ നറൂട്ടോ കുട്ടപ്പൻ ഇപ്പൊ കറക്റ്റായിട്ട് വില്ലനെ അങ്ങനെ കെട്ടിയിട്ടു. കുട്ടപ്പൻ പതിയെ നടന്ന് ഇപ്പൊ അവളുടെ തൊട്ടു മുൻപിലെത്തും. നിന്റെ ബ്രദർ ആഗ്രഹിക്കുന്നത് ഒരിക്കലും റിവെഞ്ച് എടുത്ത് നീ ഇങ്ങനെ അലഞ്ഞു നടക്കരുത് എന്നാണ്. നീ തന്നെ അടുത്ത ഫ്യൂഡലാടായിട്ട് ഭരണമേൽക്കണം. നിന്റെ അച്ഛന്റെ വാച്ച് അതൊന്ന് തുറന്നു നോക്കാൻ പറയുമ്പോ പെങ്കൊച്ചാവട്ടെ അവളിപ്പോ പതിയെ അത് തുറന്നു നോക്കും. നിന്നുപോയ ആ വാച്ച് അതിപ്പോ ഓടാൻ തുടങ്ങുമ്പോ അവൾക്കാവട്ടെ ഒരുപാട് സന്തോഷാവും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരും കുട്ടപ്പന്റെ അടുത്തേക്ക് എത്തും. അടുത്ത സീനില് നമ്മുടെ കുട്ടപ്പനും ടീംസും ഫ്യൂഡലാടിനെ കാണാനായിട്ട് ആളുടെ മാൻഷന്റെ മുൻപിൽ തന്നെ ഇപ്പൊ കാത്തു നിൽക്കുകയാണ്. അപ്പൊ കുട്ടപ്പൻ പറയും, അങ്ങനെ എല്ലാം കഴിഞ്ഞില്ലേ? ആ ഒരു വില്ലനെ അവനെ ഞാൻ ഒറ്റയ്ക്കല്ലേ കൊന്നേ? അതുകൊണ്ട് ഉറപ്പായിട്ടും കുറച്ച് പണം എനിക്ക് അധികം കിട്ടില്ലേന്ന് ചോദിക്കുമ്പോൾ നെജി പറയും, തീർച്ചയായിട്ടും മുഴുവൻ പണവും ചിലപ്പോൾ നിനക്ക് തന്നെയായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനെ കളിയാക്കും. കട്ട് ചെയ്താ ഇപ്പൊ ടോക്കി ആവട്ടെ പുതിയ ഫ്യൂഡലാടായിട്ട് ഗ്രാമത്തിന് മുൻപിലേക്ക് നടന്നു വരും. അവളിപ്പോ ഗ്രാമത്തിലുള്ള എല്ലാവരോടും മാപ്പ് പറയാനായിട്ട് ആരംഭിക്കും. ഞാൻ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ച ട്രാജഡി അന്വേഷിക്കാനാണ് ഞാൻ ഈ ഗ്രാമം മുഴുവനായിട്ടും അലഞ്ഞു നടന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് അവസാനമായിട്ട് ഒരവസരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലാൻഡ് ഓഫ് ബേർഡ്സിന് എന്നാലാകും വിധം എല്ലാ സപ്പോർട്ടും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എൻ്റെ അച്ഛനും ചേട്ടനും എല്ലാവരും ഈ ഗ്രാമത്തെ കൊണ്ട് നടന്നതുപോലെ തന്നെ ഞാനും ഈ ഗ്രാമത്തെ കൊണ്ട് നടക്കും. അത് കേൾക്കുമ്പോൾ ഇപ്പൊ ജനങ്ങളെല്ലാം തന്നെ അവൾക്ക് മുൻപിൽ തലകുനിക്കും. അവൾ പറയും, എന്നെപ്പോലെ തന്നെ കോമയെയും നിങ്ങളൊരു ഫ്യൂഡലാടായിട്ട് തന്നെ മുൻപോട്ട് കാണണമെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടപ്പനും ടീംസും കോമയും എല്ലാവരും ഇപ്പൊ ഷോക്കായി പോവും. അങ്ങനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ ടിക്കോച്ചി പറയും, തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണം. നിങ്ങൾ കാരണമാണ് എനിക്ക് എൻ്റെ ഗ്രാമം അതിപ്പോ തിരിച്ചു കിട്ടിയത്. ഒരുപാട് നന്ദിയുണ്ട് എന്ന് അവള് പറയുമ്പോ ഇപ്പൊ കുട്ടപ്പനാവട്ടെ, ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരും. അങ്ങനെ അടുത്തൊരു മിഷനും ഗംഭീരമാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ ആൾക്കാർ മുൻപോട്ട് നടന്നു നീങ്ങും. ദൂരത്തായിട്ട് ഒരു പാറയുടെ മുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു ഗ്രാമം ലാൻഡ് ഓഫ് ബേർഡ്സ് അത് അതിസുന്ദരമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് തോന്നും. അപ്പൊ ടെൻട്ടണ് ഇപ്പൊ ഒരു സംശയമുണ്ട്, നീ ആ സഖിയുടെ ആത്മാവിനെ അതിന് ശരിക്കും കണ്ടോന്ന് ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും. അതിന് കുട്ടപ്പൻ പറയും, ഏയ് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ സ്വപ്നത്തിലാണ് അവനെ കണ്ടത്. പക്ഷെ നെജി അവൻ അടിച്ചു പറയും, നീ കണ്ടത് അത് വെറും ഒരു സ്വപ്നമല്ല. കാരണം ആദ്യമായിട്ട് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ ആ ഒരു രൂപത്തോടെ ഏറ്റുമുട്ടിയപ്പോ അതിനൊരു പോറല് പോലും സംഭവിച്ചില്ല. മാത്രമല്ല അതിൻ്റെ ഉള്ളില് നമുക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആരെയും കാണാനായിട്ട് സാധിച്ചതുമില്ല. ഞാൻ വ്യാഹു കണ്ണുവെച്ച് ചെക്ക് ചെയ്തപ്പോൾ അതൊരാത്മാവ് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് കേട്ട് കുട്ടപ്പൻ പേടിച്ച് ഓ ഫാക്ക് എന്ന് പറഞ്ഞ് അലറി കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.